ആയിരങ്ങളോ പതിനായിരങ്ങളോ സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനലായിട്ടില്ലെങ്കിലും യൂട്യൂബ് പറയുന്ന ഒരു മിനിമം നമ്പർ എങ്കിലും കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് തേച്ച് മിനുക്കി എടുത്താൽ, ചെറിയ കാര്യങ്ങളിൽ ഒന്നുകൂടെ ശ്രദ്ധ വരുത്തിയാൽ നമുക്കും വിജയത്തിലെത്താം. അപ്പോൾ പലപ്പോഴും പുതിയ യൂട്യൂബേഴ്സ് പരാജയപ്പെടാനുള്ള ചില കാരണങ്ങളും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു തീം അവരുടെ ചാനലിൽ ഇല്ല എന്നുള്ളതാണ് ഒരു കാരണം, പരാജയത്തിനുള്ള ഒരു കാരണം. അപ്പോൾ മെയിനായിട്ടൊരു തീം എന്ന് പറയുമ്പോൾ ഒരു കറക്റ്റ് കണ്ടന്റ്, ഉള്ളടക്കം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ പല ചാനലുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കുക്കിംഗ് വീഡിയോ ഉണ്ടായിരിക്കാം, അല്ല ടിപ്സ് ആൻഡ് ട്രിക്ക് ഉണ്ടായിരിക്കാം, ഫാമിംഗ് ഉണ്ടായിരിക്കാം, ക്രാഫ്റ്റ് ഉണ്ടായിരിക്കാം, ഇങ്ങനെ പല വീഡിയോസും മിക്സ് ചെയ്തിട്ടായിരിക്കും പല ചാനലുകളിലും വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഒരു മെയിൻ തീം തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് കണ്ടിന്യൂ ആയിട്ടുള്ള ഫോളോവേഴ്സിനെ കിട്ടും. അതുപോലെ തന്നെയാണ് മറ്റ് യൂട്യൂബേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സുമായിട്ടുള്ള ഒരു സഹകരണ മനോഭാവം ഇല്ലാതിരിക്കുക എന്നുള്ളതും നമ്മുടെ ഒരു പരാജയത്തിൻ്റെ കാരണമാണ്. അതായത് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റ് യൂട്യൂബേഴ്സിൻ്റെ കമൻറ്റുകളോ നിർദ്ദേശങ്ങളോ നമ്മൾ അനുസരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അതിനൊരു റിപ്ലൈ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ അവരുടെ വീഡിയോസ്, അവർ അപ്ലോഡ് ചെയ്യുന്ന അവരുടെ വീഡിയോസ് കാണുകയോ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക, നിർദ്ദേശങ്ങൾ നൽകാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരു മെൻറ്റാലിറ്റിയൂടെ ആണെങ്കിൽ തീർച്ചയായും നമുക്ക് ഫോളോവേഴ്സ് നഷ്ടപ്പെടും. നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് ആ വീഡിയോയിലൂടെ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് കറക്റ്റ് ലെവലിൽ അവർക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ എത്തിക്കാൻ കഴിയാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു കാരണം. അതായത് നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിലോ വീഡിയോയിലൂടെ കാണിക്കുന്ന കാര്യങ്ങളിലോ വ്യക്തത ഇല്ലാതിരിക്കുക എന്നുള്ളതും ഒരു പരാജയത്തിൻ്റെ വലിയൊരു കാരണമാണ്. അപ്പോൾ ഏത് കാര്യങ്ങളിലും പെർഫെക്ഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നീട് അതുപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാതിരിക്കുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ഒരു വ്യൂവേഴ്സിനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ തീർച്ചയായും നമ്മളൊരു ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു വ്യൂവേഴ്സിന് നേരെ മുന്നിൽ കാണുന്ന രീതിയിൽ നേരെ കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്നൊരു തോന്നൽ വരുത്തുന്ന രീതിയിൽ നിന്നുകൊണ്ട് വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടായിരിക്കുക, ആത്മവിശ്വാസത്തോടു കൂടി നല്ല ഉറച്ച രീതിയിൽ, ഒരു പതർച്ചയില്ലാത്ത രീതിയിൽ സംസാരിക്കുക. നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ വ്യൂവേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞിരിക്കുക. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ പുതിയ യൂട്യൂബേഴ്സിനും പെട്ടെന്ന് തന്നെ ഫോളോവേഴ്സിനെ സ്ഥിരമായിട്ട് കിട്ടും. അവർക്കും വിജയത്തിലെത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു.